ഭാരത നടനത്തിലെ ശക്തമായ ചുവടുകൾ കൊണ്ട് അല്പം താഴ്ന്നിരുന്ന പലക കുറച്ചും കൂടി നന്നായി താഴ്ന്നു. ഓരോ നൃത്തവും കഴിയുന്ന മുറയ്ക്ക് ആദ്യമെടുത്ത് ഞാനിരുന്നു. അങ്ങനെ നൃത്തം ചെയ്ത് വരികയാണ്. ഭാരത നടനത്തിലെന്ന് വെച്ചാൽ ഒരുപാട് ആയോധന തലത്തിലും വളരെയധികം ചടുലമായ അടവുകളും വളരെ കൂടുതലാണ്, വേഗതയും. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ മനസ്സിൽ ഒരാഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഇരുന്നു. അവസാന നിമിഷത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ നറുക്ക് വീണത് ആർക്കായിരുന്നറിയോ? നമ്മുടെ ജനയ്ക്കായിരുന്നു. ആള് കൃത്യമായിട്ട് വേദിക്കുള്ളിലെ ആ കുഴിയിൽ തന്നെ കാലായി മടങ്ങി. പക്ഷെ വീണില്ല. എൻ്റെ പാവം ജനമോള് അവളുടെ അങ്ങേയറ്റം പ്രയത്നം കൊണ്ടും കലയോടുള്ള അർപ്പണ മനോഭാവം കൊണ്ടും ആ വേദനയിലും അവൾ എല്ലാ നൃത്തങ്ങളും എങ്ങനെയും ചെയ്തെടുത്തു. കാര്യം നമ്മളെ വിശ്വസിച്ച് ആ കലാസന്ധ്യ സൃഷ്ടിക്കുന്ന നമ്മുടെ അമ്പലത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികളും കാഴ്ചക്കാരായി എത്തിയവരും നേർച്ച നടത്തിയവർക്കും എല്ലാവർക്കും നമ്മൾ ചെയ്യേണ്ടതായ ഒരു വിശ്വാസമുണ്ട്. അത് ചെയ്തല്ലേ ഒക്കൂ. പ്രോഗ്രാം കഴിഞ്ഞു. അടുത്ത ദിവസത്തെ ദയനീയമായ അവസ്ഥ ഇതായിരുന്നു. ജനമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാലിന് പൊട്ടലുണ്ട്. 2 മാസം ഇനി റെസ്റ്റാണ്. പിന്നെ നൃത്തത്തിലും ഇത്തരം ആയോധന കലകൾ പഠിക്കുന്നിടത്തും ഒക്കെ സ്പോർട്സ് രംഗത്തും ഒക്കെ നമ്മളെപ്പോഴും അനുഭവിക്കുന്ന ഇത്തരം യാതനകൾ വളരെ വിഷമജനകമാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ കഴിയൂ. പോവുക തന്നെ വേണം.